നമസ്കാരം. ബി+HR ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലാകട്ടെ അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലാകട്ടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഉപകാരം ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് 80-20 റൂൾ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലാകട്ടെ ഏതിലായാലും കിട്ടുന്ന റിസൾട്ടിന്റെ 80% നിർണ്ണയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന 20% എഫേർട്ട് ആയിരിക്കും എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസിൽ നമുക്ക് കിട്ടുന്ന എത്രത്തോളം സെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ അതിന്റെ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു 20% കസ്റ്റമേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ റിസൾട്ടിന്റെ എന്ത് റിസൾട്ടാണോ നമുക്ക് കിട്ടുന്നത് ആ റിസൾട്ടിന്റെ 80% നിർണ്ണയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന 20% കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ 20% കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി കൂടുതലാകും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊമോഡോറോ ടെക്നിക് എന്നാണ് പറയുന്നത്. അതായത് ദീർഘസമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറിയ ഇടവേളകൾ എടുത്തുകൊണ്ട്, അതായത് 25 മിനിറ്റ് നമ്മൾ ആ ജോലി അല്ലെങ്കിൽ ആ കർത്തവ്യം ചെയ്തുകൊണ്ട് 5 മിനിറ്റ് അതിൽ നിന്ന് മാറി ഒരു റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരു ഇന്റർവൽ എടുക്കുന്ന ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കൂടും, നമുക്ക് വിരസത ഉണ്ടാകില്ല, പ്രൊഡക്ടിവിറ്റി കൂടും എന്നുള്ളതാണ് ഈ പൊമോഡോറോ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതായത് ടെൻഷൻ ഉളവാക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസോ ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ്, ബ്രീത്ത് ആൻഡ് തിങ്ക് എന്നുള്ള പോളിസിയാണ്. അതായത് നമ്മൾ എന്താണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, നല്ലൊരു ദീർഘനിശ്വാസം എടുക്കുക, ബ്രീത്ത് ആൻഡ് തിങ്ക് എന്നുള്ളതാണ്. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പ്രവർത്തിക്കുക. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്, ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്, പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ്, ബ്രീത്ത് ആൻഡ് തിങ്ക്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 2 മിനിറ്റ് റൂൾ എന്ന് പറയും. 2 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഈ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് കരുതി നമ്മുടെ ടു ഡു ലിസ്റ്റിൽ കിടക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യമുള്ളൂ. പക്ഷേ അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 2 മിനിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതായത് ചെറിയ എഫേർട്ട് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന നിസ്സാരമായ കാര്യങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നു, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ, പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം കൂടും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്.